തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതോടെ നമ്മൾ എല്ലാവരും കണ്ടതാണ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് UDF വലിയൊരു തരംഗമാണ് തീർത്തത്. ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള എല്ലായിടത്തും UDF വൻ മുന്നേറ്റമാണ് നടത്തിയത്. 6 കോർപ്പറേഷനുകളിൽ 4 ഇടത്ത് UDF വിജയിച്ചു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകളിലും UDFന്റെ കുതിപ്പാണ് നമ്മൾ കണ്ടത്. കോട്ടയത്ത് 9-ൽ 6-ലും ഇടുക്കിയിൽ 5-ൽ 4-ലും UDF മുന്നിലെത്തി. ജോസ് കെ മാണി ചേർന്നിട്ടും LDFന് വലിയ മെച്ചമില്ലെന്നതാണ് ചുരുക്കം. ഒരു MLA പോലും ഇല്ലാതെയാണ് കോഴിക്കോട് UDF 10 സീറ്റിൽ വിജയിച്ചതെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാസർഗോഡ് UDF 3-ഉം LDF 2-ഉം മേൽക്കൈ നേടി. LDFന് നേട്ടമുള്ളത് 6 ജില്ലകളിൽ മാത്രമാണ്. 2010-ന് ശേഷം ആദ്യമായാണ് UDF ഇങ്ങനെയൊരു ചരിത്ര മുന്നേറ്റം നേടിയെടുക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയ ചരിത്രം പോലും മാറ്റി എഴുതുന്ന സൂചനകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതോടെ നിലവിലെ പിണറായി മന്ത്രിസഭയിലെ ചില മന്ത്രിമാരുടെ അവസ്ഥ വളരെ പരിങ്ങലിലാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ഉയർത്തുമെന്ന് വീരവാദം അടിച്ച LDFന്റെ മന്ത്രിമാർക്ക് വൻ തിരിച്ചടിയാണ് അവരുടെ തന്നെ വാർഡുകളിൽ നിന്നും ലഭിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിനെ ബാധിക്കേയില്ലെന്നും ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ് ഇത്തവണ വോട്ടർമാർ ജനവിധി എഴുതിയതെന്ന് തെളിയിക്കുന്നതാണ് ഇതേ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വാർഡുകളിൽ പോലും ഇടതിന് വൻ പരാജയം നേരിട്ടത്. മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരുടെ മണ്ഡലത്തിൽ LDF കഷ്ടിച്ച് ലീഡ് നിലനിർത്തിയെങ്കിലും 9 മന്ത്രിമണ്ഡലങ്ങൾ UDFനും വി ശിവൻകുട്ടിയുടെ നേമത്ത് BJPക്കുമാണ് ലീഡെന്നത് ഇടത് ദുർഭരണത്തിന് കിട്ടിയ തിരിച്ചടിയാണെന്നതാണ് സത്യം. ഒപ്പം ഈ തിരിച്ചടി LDFന് വലിയ നാണക്കേട് കൂടിയാണ്. എന്നാൽ അതിപ്പോഴും അംഗീകരിക്കാൻ പിണറായി സർക്കാരിനും മന്ത്രിമാർക്കും കഴിയുന്നില്ലെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളുടെ മണ്ഡലങ്ങളിലെല്ലാം UDF മികച്ച ലീഡ് നിലനിർത്തിയപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെയും LDF കൺവീനറുടെയും മണ്ഡലം UDFനൊപ്പമാണ് ചേർന്നത്. P രാജീവ്, MP രാജേഷ്, VN വാസവൻ, വീണ ജോർജ്, KB ഗണേഷ് കുമാർ, റോഷി അഗസ്റ്റിൻ, V അബ്ദുറഹ്മാൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, OR കേളു എന്നിവരുടെ തട്ടകത്തിൽ UDF ആണ് വൻ കുതിപ്പ് നടത്തിയത്. മന്ത്രി സജി ചെറിയാന്റെ മണ്ഡലത്തിൽ LDFന് നേടാനായത് വെറും 3-ാം സ്ഥാനം മാത്രമാണ്. നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവും പിണറായിയുടെ അടുത്ത സഹപ്രവർത്തകനുമായ A പത്മകുമാറിന്റെ വാർഡിൽ BJP ആണ് വിജയിച്ചത്. അതായത് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പോലും ഇടത് സർക്കാരിനോടും മന്ത്രിമാരോടുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് സാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ പോലും വൻ പരാജയം ഏറ്റുവാങ്ങിയിട്ടും ഈ തിരിച്ചടിക്ക് ശബരിമല വിഷയമോ ഇടത് സർക്കാരിന്റെ ദുർഭരണമോ കാരണമായിട്ടില്ലെന്ന നിഗമനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് CPM. മാത്രമല്ല, തങ്ങൾക്ക് പറ്റിയ തെറ്റിനെ മറയ്ക്കാനും തിരിച്ചടിയിലുള്ള ദേഷ്യം തീർക്കാനും ഒരു പാട്ടിനെ അതിന് പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാരെ കുരുക്കാനുമുള്ള ശ്രമത്തിലാണ് ഇടത് അനുകൂലികൾ. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏതിന് സമാനമായി ജനം വോട്ട് ചെയ്താൽ അടുത്ത തവണ കേരളം UDF ഭരിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട. ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലുമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ മുന്നണികൾക്ക് ലഭിച്ച വോട്ട് കണക്കാക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഭരണമാറ്റം വ്യക്തമാകും. പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകൾ കോൺഗ്രസ് തൂത്തുവാരുമെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുന്ന പൊതു ചിത്രം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.